നമ്മൾ ടൈം ലൈനിലേക്ക് 2 വീഡിയോസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഈ വീഡിയോസിൻ്റെ ഇടയിലായിട്ട്, അതായത് ഇതിന് രണ്ടിൻ്റെയും ഗ്യാപ്പിലായിട്ട് ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് എഫക്ട് പാനൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വീഡിയോ ട്രാൻസിഷൻ ആണ് ഉണ്ടാവുക അല്ലേ. അവിടെ ഞാൻ സ്മൂത്ത് കട്ട് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വരുന്നില്ല. ഈ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങളും ഇപ്പോൾ ഈ ഒരു വീഡിയോ തപ്പി വന്നിട്ടുണ്ടാവുക അല്ലേ. ഇത് സിമ്പിളായിട്ട് സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് ഉപകാരപ്പെടും. അതായത് ഈ 2 വീഡിയോയ്ക്കിടയിൽ ട്രാൻസിഷൻ ആഡ് ചെയ്യാനുള്ള ഫ്രെയിംസ് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അയക്കണം കിട്ടും അല്ലേ. എന്നിട്ട് കുറച്ച് ഭാഗം ബാക്കോട്ടേക്ക് വലിക്കുക. ഏകദേശം ഇത്ര മതിയാവും. നമുക്ക് വേണ്ടതത്ര ഭാഗങ്ങൾ ബാക്കോട്ട് വലിക്കുക. അതേപോലെ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുക, രണ്ടാമത്തെ വീഡിയോൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ വെച്ച് കുറച്ച് മുന്നോട്ടേക്ക് ഇതേപോലെ വലിക്കുക. ഇനി വരെ തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കുക. അവിടേക്ക് സ്മൂത്ത് കട്ട് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, അവിടേക്ക് അത് ആഡായി. ഈസി അല്ലേ. ഇനി ഇതേപോലത്തെ ഡൗട്ടുകൾ വരികയാണെങ്കിൽ നേരെ നമ്മുടെ ചാനൽ വന്നാൽ മതി. ഡാർക്കൂൾ VFX സ്റ്റുഡിയോ മറന്നു പോവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഇനി ഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ, പ്രീമിയർ പ്രോ, FCP ഒക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് ആയിട്ടൊരു വെബ്സൈറ്റ് കോഴ്സ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.